പിന്നെ വേണ്ട ഇച്ചിരി ഇല്ലാത്ത 2 പിള്ളേരെ കണ്ടോ? ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 2-3 ആഴ്ച മുമ്പ് ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. അന്ന് ഞാനൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് കണ്ടപ്പോൾ ഓടി ഇങ്ങ് അടുത്ത് വന്ന് മനുഷ്യരുമായിട്ടും ഭയങ്കര അടുപ്പമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവിടെ അങ്ങ് ആൾ താമസമില്ല. അവിടെ അതിൻ്റെ അപ്പുറത്തൊരു ഫാമുണ്ട്, വീടുണ്ട്. അപ്പം അവിടെ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം റോഡും ഒക്കെയാണ്. ഇത് എവിടുന്ന് വന്നു എന്ന് ഞാനിങ്ങനെ നോക്കി. അന്ന് ഞങ്ങൾ ആഹാരം കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്. ആ വെളുത്തതുണ്ടല്ലോ, ഭയങ്കര സ്നേഹമാണ് അതിനങ്ങോട്ടോ. അത് നമ്മളെ കാണുമ്പോൾ ഉണ്ടല്ലോ ഓടി അടുത്ത് വരും. എന്ന് വന്നാലും ഉണ്ടല്ലോ എൻ്റെ കാലിലാണ് യൂറിൻ പാസ് ചെയ്ത് വെക്കും കേട്ടോ. അവരുടെ സ്നേഹമൊക്കെ അങ്ങ് കിടന്നോ എന്തൊക്കെയാണ് കാണിക്കുന്നത്. വണ്ടി അങ്ങ് ദൂരെ നിർത്തും എന്ന് വെച്ചാൽ വണ്ടി കാണുമ്പോൾ ഓടി വരും. അപ്പോൾ എനിക്ക് പേടിയാണ്, വണ്ടിയുടെ അടിയിലും കാണാൻ വന്ന് കയറുമോ. ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ആ ഫാമിൽ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 2 വണ്ടി കയറി ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ എന്താണെന്നറിയാം, ആ ഫാമിനകത്ത് ഒരു ആൺപട്ടി ഒരു പെൺപട്ടി ഉണ്ട് കേട്ടോ. അതിനകത്തുണ്ടായ കുഞ്ഞുങ്ങളാണ്. അവരെ പോലെ തന്നെ ഇരിക്കുക കേട്ടോ. അവങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഇച്ചിരി ആയിക്കഴിഞ്ഞപ്പോൾ അതെടുത്ത് വെളിയിൽ കളഞ്ഞതാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അവർ തിരിച്ച് അതിനകത്തോട്ട് കയറാതിരിക്കാൻ ആ ഗേറ്റിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം വെച്ചങ്ങ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കാനും പറയാനും ഒന്നും പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെയൊക്കെ വഴക്കിന് നടക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പറ്റുന്നത് ഇച്ചിരി ആഹാരം കൊടുക്കാനാണ്. ഇപ്പോൾ ഈ 2 ഉള്ളൂ. നമുക്ക് ആഹാരം കൊടുക്കാൻ പറ്റും. വയറ് നിറയിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ നിന്ന് അവരെ കഴിപ്പിച്ച് 2 പേരെയും വയറ് നിറഞ്ഞോ എന്ന് നോക്കിയിട്ട് ഞാൻ പോരാറുള്ളത്. ഇതൊക്കെ ചിക്കനാണ് എടുത്തുകൊണ്ട് ഓടുന്നത് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും കുഞ്ഞു മക്കളായി ഇവർ കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഒരു എന്തോന്നാ, കാരണം ഇവർ ഇച്ചിരി പ്രാപ്തിയായി വരാൻ പാടാണ്. അതുവരെയാണ് മറ്റ് ഡോഗ്സൊക്കെ ഉപദ്രവിക്കും. ഇവർക്ക് തീറ്റ തേടി മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകാനും ഒന്നും ഇപ്പം പറ്റത്തില്ല. കണ്ട ഈ മതിലാണ് കണ്ടോ, ഗേറ്റിൻ്റെ അടിയിലൊരു വൈറ്റ് സാധനം അവർ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ടോയിൻ വെച്ച് അതവിടെ ഇപ്പം കെട്ടിയതാണ്. അത് കെട്ടി വെച്ചേക്കും അതിനകത്തുനിന്ന് തിരിച്ചങ്ങോട്ട് കയറാതിരിക്കാൻ. അല്ലാതെ ഇവിടെ വേറെ ഒരു പട്ടികളൊന്നുമില്ല. അപ്പം വേറെ എങ്ങോന്ന് വരാൻ. അപ്പം ഒരാളാണ് പറഞ്ഞത് അതിനകത്തുണ്ടായതായിരിക്കുമെന്ന്. അപ്പം ഞാൻ ആ ഗേറ്റിനകത്തൂടെ അങ്ങനെ നോക്കുമ്പോൾ ഇതുങ്ങളെപ്പോലെ തന്നെ ഇരിക്കുന്ന 2 പട്ടികൾ അതിനകത്തുള്ളതും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ ചെയ്യുന്നത്. എന്നാൽ അതുങ്ങൾക്ക് ഇച്ചിരി ആഹാരം കൂടെ കൊടുക്കപ്പം അതും ഇല്ല. നമ്മളെന്തായാലും ആഹാരം കൊടുക്കുന്നുണ്ട്. അതുങ്ങൾക്ക് ഇച്ചിരി ഭാഗ്യം ഉണ്ടായിരുന്നു. എന്തോ ഞങ്ങൾ കാണാനും അതുങ്ങൾക്ക് ആഹാരം കഴിക്കാനും ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പം ആണെങ്കിൽ എന്നും നോക്കിയിരിക്കും കേട്ടോ. എന്നും നോക്കിയിരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്ത് 1, 2, 3, 4ാമത്തെ അടുത്തായി ഇവരിയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് 3 സ്ഥലത്ത് നമുക്ക് ഫുഡ് കൊടുക്കാൻ. വയറ് നിറയെ രാവിലെ ഭക്ഷണം കഴിച്ച് വന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കാടൊക്കെ ഉണ്ട്. അതിനകത്ത് കല്ലൊക്കെ ഉണ്ട്. അവിടെ പോയി കിടന്ന് അതുങ്ങൾ ഉറങ്ങുന്നത്. അപ്പം ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ വോയിസ് കൊടുക്കുന്നതെന്ന് ഏപ്രിൽ 28 കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഫുഡ് കൊടുക്കാൻ പോയപ്പം അതിനകത്ത് ആ വെള്ളമുണ്ട്. ഒന്നിനെ കണ്ടുള്ളൂ. നമ്മളവിടെ എല്ലാം നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു സൗണ്ട്, അത് ഇരിക്കുന്നിടത്തു നിന്ന് ഒരു സൗണ്ട് വന്നപ്പോഴത്തേക്ക് ചെന്ന് നോക്കുമ്പം അതിൻ്റെ കഴുത്ത് തിരിഞ്ഞിരിക്കുക. അതിന് ആഹാരം കഴിക്കാൻ വയ്യ, എണ്ണിച്ച് നിൽക്കാൻ വയ്യ. കഴുത്തിങ്ങനെ തിരിഞ്ഞിരിക്കുക. എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വന്ന് അതങ്ങ് നല്ല തടിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങ് മേലിഞ്ഞു 1 ദിവസം കൊണ്ട്. അതങ്ങ് എടുത്തുകൊണ്ട് വന്ന് വണ്ടിക്കകത്ത് നിർത്തി ഇച്ചിരി ആഹാരം കൊടുത്തപ്പോൾ അതിൽ കഴിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിന് കഴുത്ത് എന്തോ പറ്റിയാണെന്നറിയത്തില്ല. ആക്സിഡൻറ്റ് പറ്റിയാണെങ്കിൽ മുറിവുകളൊന്നുമില്ല. ഇനി വല്ലോ ഈ കമ്പി വേലിയോ അതിൻ്റെ ഇടയ്ക്കത്തെങ്ങാനും തല കൊണ്ടിട്ട് എങ്ങോ ഒരു മുറിവില്ല. കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. അതെ പിടിക്കുമ്പോൾ വേദനയോ ഇല്ല, കരച്ചിലും ഒന്നുമില്ല. എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ രാവിലെ കുറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തു. ഇവിടെ ഒരു തുണിയൊക്കെ ഇട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഭയങ്കര വാലാട്ടുണ്ട്. വൈകിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിന് ആയുസ്സുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആഹാരം കഴിക്കാനും സ്വന്തമായിട്ട് അതിനൊരു ഇതാകുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അതിന് ആയുസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടിടും. ആരും പറയില്ലേ വീട്ടിൽ വെച്ചോളാനെന്ന്. കാരണം നമുക്ക് ജോലിക്കാരുള്ളപ്പോൾ കുഴപ്പമില്ല, ഇല്ലാത്തപ്പം
ഞങ്ങളുടെ എന്താ പറയുന്നത്, ഇവർക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ. അപ്പം നമുക്ക് എല്ലാം കൂടെ നടക്കത്തില്ല. അപ്പം ആൾറെഡി ഇപ്പോൾ ഒരു കൺമണി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കുട്ടപ്പായി. ബാക്കി ഞങ്ങളുടെ വീട്ടിലെ വലിയ വില്ലന്മാരെല്ലാം ഉണ്ട്, മുയില് കോഴി എല്ലാം ഉണ്ട്. അപ്പം പിന്നെ ആശുപത്രി കൊണ്ടുപോകും. ഇവിടെ ഇരിപ്പുണ്ട്, എന്തായാലും കിടക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഇന്നിപ്പോൾ ആശുപത്രി കൊണ്ടുപോകുന്നത് എടുത്തുകൊണ്ട് വന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, രക്ഷപ്പെടട്ടെ. എന്തോ എനിക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ കളിയും ഒക്കെയാണെന്നറിയാം. അതുങ്ങൾക്ക് എന്തറിയാം, കുഞ്ഞു പരുവമല്ലേ, തള്ളയില്ല ഒന്നുമില്ല, അതിങ്ങനെ നടക്കുമായിരുന്നു. ഈ പരുവത്തിലെല്ലാം തള്ളമാറ കൂടാ ഇതുങ്ങൾ നടക്കേണ്ട, പാലുകൂടി പറ്റാത്ത സമയമാണ്. അപ്പം അതിന് ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴും അത് ഫാൻ്റെ കീഴിൽ കിടന്ന് എഴഞ്ഞെഴഞ്ഞാണ് നീങ്ങുന്നത്, എണ്ണിച്ച് നിൽക്കുന്നില്ല. ഞാൻ ഇച്ചിരി ചോറൊക്കെ വായിലായിട്ട് ആദ്യത്തെ പ്രാവശ്യം കൊടുത്തപ്പോൾ അതങ്ങ് ഛർദ്ദിച്ചു. പക്ഷെ അത് ഞാൻ വണ്ടിയെ കൊണ്ടുവന്നതുകൊണ്ട് ആദ്യമായിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ മടിയിലിരുന്നതങ്ങ് ഛർദ്ദിച്ച് പോയായിരുന്നു. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് അത് പക്ഷേ അതിന് ലൂസ് മോഷനോ അങ്ങനത്തെ ഛർദ്ദിലോ അങ്ങനത്തെ ഒന്നുമല്ല, വേറെ എന്തോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇച്ചിരി ഞാൻ ആഹാരമായി കൊടുത്ത് 2-3 വട്ടം വായിക്കാത്തിട്ട് കൊടുപ്പോൾ അത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ പക്ഷേ വെള്ളപ്പാത്രത്തിലോട്ടൊന്നും തലവെക്കുന്നു ഒന്നുമില്ല. ഞാൻ സിറിഞ്ച് കൊണ്ട് ഇച്ചിരി വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ നല്ലതായിട്ട് കിടന്നുറങ്ങുക, കരച്ചിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങുക. പക്ഷേ അങ്ങ് ക്ഷീണിച്ച് വല്ലാണ്ടായിട്ടുണ്ട്. എന്തായാലും ആശുപത്രി കൊണ്ടുപോയി എന്താ വന്ന് ഞാൻ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ കൊണ്ടുവന്ന് എന്തോ ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവരെയും സഹായിക്കണം, എല്ലാവർക്കും ഇതുപോലൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഓവർലോഡായി ഇപ്പം തന്നെ പറഞ്ഞ് ഇല്ലേ, ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് ഡോഗുകൾ കൂടിക്കൊണ്ടേയിരിക്കുക. കൊടുക്കണമെന്ന് മനസ്സൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ യൂട്യൂബ് തുടങ്ങി എന്തെങ്കിലും ഒരു വരുമാനമാകുമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ എനിക്ക് ശരിക്കും കണ്ടിന്യൂ ആയിട്ട് ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഇടുന്നതും ആരും അങ്ങനെ കാണുന്നില്ല. എനിക്ക് വ്യൂവേഴ്സൊക്കെ എനിക്ക് ഇത്രയും നാളും കൂടെ 1 വർഷമായിട്ട് എനിക്ക് 196 ഹവേഴ്സാണ് കിട്ടിയേക്കുന്നത്. പിന്നെ എനിക്ക് ശരിക്കും നല്ലോണം എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന എൻ്റെ മൊബൈലിൽ എടുക്കുന്നത് പലതും എനിക്ക് എടുക്കാൻ പറ്റാറില്ല. പിന്നെ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പറ്റുമ്പം അതൊക്കെ ഞാനിങ്ങനെ ചെയ്ത് ഇടുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്തെങ്കിലും ഒരു വരുമാനം ആയാൽ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇപ്പം ഇവർക്ക് ഇത്രയും ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് ഇപ്പം NGO പോലൊക്കെ തുടങ്ങിയാൽ എന്തോ പൈസയോ എന്തൊക്കെയോ വരുമാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും തുടങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. ആരുടെയും ഒരു പൈസയൊന്നും മേടിച്ചിട്ട് അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഇട്ടിരുന്ന് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്നതും കുറച്ച് ഡോഗ്സിന് ആഹാരം കൊടുക്കുക, ഇങ്ങനെ ഒരു വയ്യാഴിക വന്നാൽ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങുക, ഇത്രയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇന്ന് എന്ത് പറ്റിയെന്ന് ഞാൻ അടുത്ത വീഡിയോ